പോലീസിന് മുന്നിൽ അനാവരണം ചെയ്യുകയാണ്. തുറന്നു പറയാൻ ഗതികെട്ടിരിക്കുന്നു അഫാൻ. ഇനി എത്ര കാലം തന്റെ ഉമ്മയെ സംരക്ഷിക്കുമെന്ന ചോദ്യം ഒരുപക്ഷെ അഫാനെ വേട്ടയാടിയിട്ടുണ്ടാകും. അഫാനും മനസ്സിലാക്കിയിട്ടുണ്ടാകണം കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ട് പോലും തന്റെ ഉമ്മ രക്ഷപ്പെട്ടു എന്നുള്ളത്. ഒരിക്കലും അതൊരു രക്ഷപ്പെടലല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ നീറി ഇതൊക്കെ തന്നെ ആലോചിച്ച് വെന്തി നീറുന്ന ഒരു വലിയ മരണക്കയം തന്നെയാണ് അഫാൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണോ, ആരെ സംരക്ഷിക്കാനാണോ അഫാൻ ഈ കൃത്യങ്ങളൊക്കെ തന്നെ ചെയ്തത്, അത് അവന് തന്നെ വിനയായി മാറിയിരിക്കുകയാണ്. പോലീസ് സംഘം സൈബർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഫോൺ പരിശോധന നടത്തിയപ്പോഴാണ് പലവിധ വിവരങ്ങൾ അഫാന്റെ ഫോണിൽ നിന്നും കണ്ടെത്താനായി സാധിച്ചത്. എന്തിനേറെ പറയുന്നു, എന്തിനു വേണ്ടി ചുറ്റിക്ക് ഉപയോഗിച്ചു, എന്തായിരുന്നു പണയം വെച്ച ശേഷം പണം ആർക്ക് വേണ്ടി കൈമാറി, ഇങ്ങനെയുള്ള പലവിധ സംശയങ്ങൾ ഏകദേശം ധാരണയിലെത്തിയിരിക്കുകയാണ്. രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് അഫാൻ ചെയ്ത പല വിവരങ്ങളും അഫാന്റെ ഉമ്മ ഷെമി ബന്ധുക്കളോടടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പിടിവള്ളിയായി മാറുന്നു. അങ്ങനെ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതി അഫാൻ കൊലപാതകം നടത്താൻ വേണ്ടി എന്തിന് ചുറ്റിക തിരഞ്ഞെടുത്തു, എന്തിനിങ്ങനെ അതിക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തി അതിദാരുണമായി അവരുടെ ജീവൻ എടുത്തു എന്നുള്ള കാരണം പോലീസിന് കിട്ടിയിരിക്കുന്നു. അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് തന്നെയാണ് ഈ നിർണായക വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്. അഫാന് വേണ്ടി പോലീസ് വളരെ വേഗത്തിൽ തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകുന്നുണ്ട്. പോലീസ് എന്തായിരുന്നാലും കടബാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. കാരണം മോട്ടീവ് കടബാധ്യത തന്നെയാണ്, സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. അഫാന്റെയും ഉമ്മ ഷെമിയുടെയും ജീവിതശൈലി തന്നെയാണ് ഈ കടം പെരുകാനുള്ള കാരണം. ഈ കടം വരുത്തി വെച്ചതും ഇതിനൊക്കെ പൂർണ്ണ കാരണക്കാരും ഇരുവരും തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അതിലേറിയ പങ്കും ഉമ്മ ഷെമിയുടേതാണെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് വലിയ വലിയ കടങ്ങളിലേക്ക് ഇവരെ നയിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനൊടുവിൽ പരിഹാരമായി മകൻ കണ്ടെത്തിയതാകട്ടെ ചുറ്റികയും മരണവും. അങ്ങനെ ചുറ്റിക തിരഞ്ഞതിനെ കുറിച്ച് അറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോൺ, ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങൾ ഇതൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അഫാൻ മൊബൈൽ ഫോണിലൂടെ പലതരം ആയുധങ്ങളെ കുറിച്ച് തിരഞ്ഞിരുന്നു. എങ്ങനെ വേണം കൊലപ്പെടുത്തേണ്ടത്, എന്തെടുത്ത് കൊലപ്പെടുത്താൻ സാധിക്കും, എങ്ങനെ വളരെ വേഗത്തിൽ കൊല്ലാം, ശബ്ദമില്ലാതെ എങ്ങനെ ഒരാളെ കൊലപ്പെടുത്താം, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ അഫാൻ ഇന്റർനെറ്റിലൂടെ തിരഞ്ഞു കണ്ടെത്തിയിരുന്നു. ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ട് മനസ്സിലാക്കി. കൃത്യമായ ആസൂത്രണം വളരെ ബുദ്ധിപൂർവമായി അത് നടപ്പിലാക്കി. അതിലുമപ്പുറം മനോവീര്യം സൂക്ഷിച്ചു വെച്ചു, കെടാതെ കാത്തു സൂക്ഷിച്ചു. അഫാൻ രാത്രി ഉറക്കമൊഴിഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വിവരം നേരത്തെ തന്നെ ഉമ്മ ഷെമി ബന്ധുക്കളോടടക്കം പരാതിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ മകന്റെ ഉറക്കമില്ലായ്മയും രാത്രിയുള്ള പുറത്തുപോക്കും മൊബൈലിൽ അമിതമായി തന്നെ രാത്രി ഉപയോഗം നടത്തുന്നതും ഒക്കെ തന്നെ ഉമ്മയ്ക്ക് ആവലാതി ഉണ്ടായിരുന്നു. ചുറ്റികയിലേക്ക് അഫാൻ എത്തിയതിന്റെ കാരണം പോലീസിന് അങ്ങനെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതൊന്നും പുറത്ത് വിടുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് സംഘം പറയുന്നത്. പരമാവധി സഹകരിക്കണമെന്നും വളരെ വേഗത്തിൽ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പിതൃമാതാവിനെ കൊലപ്പെടുത്തി സ്വർണമെടുത്ത് പ്രതി അത് പണയം വെച്ച് 75,000 രൂപ കൈക്കലാക്കി. അതിൽ 40,000 രൂപയോളം കൊടുത്ത് വായ്പ നൽകിയ ഒരു സഹകരണ സംഘത്തിനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവസവും ഇവരെ വീട്ടിലെത്തി പിരിവ് വാങ്ങുന്ന ഒരാളുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവരെ എത്തിക്കാതിരിക്കാൻ കൊലപാതക ദിവസം രാവിലെ വീട്ടിലെത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഗൂഗിൾ പേയിലൂടെ പണം എടുത്തു. കൊലപാതകത്തിന്റെ തലേ ദിവസം അഫാനും ഉമ്മയും 50,000 രൂപയ്ക്ക് വേണ്ടി ഒരു ബന്ധുവീട്ടിൽ പോയിരുന്നു. പക്ഷെ ആ പണം കിട്ടിയിരുന്നില്ല. കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രാവിലെ വീണ്ടും ഷെമി പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പിന്നെയും തട്ടത്തുമലയിലെ ബന്ധുവിനെ വിളിച്ചിരുന്നു. ആ ബന്ധുവിനെ തന്നെയാണ് ഒരു പക്ഷേ അഫാൻ കൊലപ്പെടുത്താനായി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ മറ്റ് 2 പേർ. അപ്പോഴും അവരുടെ കൈവശം പണമില്ലെന്ന് മറുപടി നൽകിയെന്നാണ് പോലീസിനോട് ഈ ബന്ധുവും പറയുന്നത്. ഈ 50,000 രൂപ എന്തിനു വേണ്ടിയാണ് അമ്മയും മകനും ചോദിച്ചിരിക്കുന്നത്? അത് ബാങ്കിൽ അടയ്ക്കാനാണോ മറ്റാർക്കെങ്കിലും നൽകാനാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് അവ്യക്തതയുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇതിന് പിന്നിലുണ്ടോ, പിറകിലുണ്ടോ എന്നുള്ളതും സംശയിക്കുന്നുണ്ട്.